ചിന്ത അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വാക്കല്ല, വാക്കെന്ന് പറയുന്ന ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് എന്ന് വാക്ക് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല പത്രസമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ കാലത്തിനിടയിൽ. അപ്പോൾ ആ ചുരുങ്ങിയ കാലം ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം, ഒരു ഹണിമൂൺ പീരീഡ് നമുക്കറിയാമല്ലോ. ഹണിമൂൺ കാലഘട്ട സർക്കാർ എന്ന് പറയുമ്പോൾ 100 days ആണ്. അതിനുള്ളിൽ തന്നെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടിനെ ടച്ച് ചെയ്യുമ്പോൾ കൈയടിക്കുന്നുണ്ടോ പ്രതിപക്ഷം? ഇത് വളരെ വ്യക്തമായ വഞ്ചനയല്ലേ? പ്രഖ്യാപിച്ചതിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ഫലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ പോകാം എന്നുള്ള നിലയിലാണ്. തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ദൂരെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നതെല്ലാമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമാക്കി ഇത് ചുരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത ഒരു കാര്യം എന്തിനാണ് പ്രഖ്യാപിച്ചത്? അപ്പം ഓർഡിനറി യാത്രയ്ക്ക് മാത്രം സൗജന്യം എന്ന നിലയിലേക്ക് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങളെ സ്വാധീനിക്കുകയും ജനങ്ങളുടെ വോട്ട് നേടുകയും ചെയ്തതിന് ശേഷം അധികാരത്തിലെത്തിയിട്ട് ആ ജനങ്ങളോടൊരു പ്രതിബദ്ധത കാണിക്കാതെ വഞ്ചനാപൂർവമായിട്ടുള്ള സമീപനം, കണ്ണിൽ പൊടിയിടുന്ന നിലയിലുള്ളൊരു സമീപനമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു.